രാവിലെ തന്നെ ഞാൻ പതിവില്ലാതെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണേ. ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, നമ്മുടെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. രാവിലത്തെ കാപ്പി നമുക്ക് ചപ്പാത്തിയും കറിയൊക്കെ അമ്മ ആക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് ഇന്ന് രാവിലെ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ റെഡി ആക്കണ്ടേ. അതുകൊണ്ട് കുഞ്ഞിന് ശാലയും കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. വാങ്ങിച്ചിട്ട് വരുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ഐസ്ക്രീം ഉണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സാധനം. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ എന്താ, ഞങ്ങൾ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോ ജോലിയിലായിരുന്നു. ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ട് അമ്മ അന്നേരത്തേക്ക് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അരിയാനും പറക്കാനൊക്കെ ഞാനും പോകുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അതമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതിൻ്റെ കൂടെ ചിക്കൻ കറി, പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈയും ചെയ്തു. സാലഡും കൂടെ ആക്കിയപ്പോഴത്തേക്ക് സെറ്റായി. പിന്നെ അവർ വരുന്നതിന് മുന്നേ ഇതെല്ലാം തീർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം സമാധാനത്തോടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അവർ വരുന്നതിന് മുന്നേ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 12:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. എൻ്റെ മരുമോനെ ഒന്നും പോയി കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. കുഞ്ഞൻ പോയി കണ്ടപ്പം തൊട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് വിഷമമായിരുന്നു. അവൾ പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് അവർ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെ മാമനും മോനും കൂടെ ഭയങ്കര തകർത്ത് കാര്യം പറച്ചിലാണ്. ഇടയ്ക്കിടയ്ക്ക് മോൻ്റെ വക ഒരു ചവിട്ട് മാമനും കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ.